ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥ രസവാഹിനി ഭാഗം 15. പ്രശ്നോത്തരിയും തത്വങ്ങളും. അധ്യായം 15. ആശ്രമങ്ങളിൽ. പ്രശ്നോത്തരി. ആദ്യമായി ശ്രീരാമനും കൂട്ടരും പ്രവേശിച്ച ആശ്രമം ആരുടേതാണ്? ഭരദ്വാജ മഹർഷിയുടെ. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ നിന്നും അവർ എവിടേക്കാണ് പോയത്? യമുനാ നദിയുടെ തീരത്തേക്ക്. ഭീകരമായ വനത്തിൽ മനുഷ്യരാൽ നട്ടു നനയ്ക്കപ്പെട്ട തോട്ടത്തിൽ കണ്ട ആശ്രമം ആരുടേതായിരുന്നു? വാൽമീകി മഹർഷിയുടെ. തങ്ങൾക്ക് കുറച്ചുകാലം പാർക്കാൻ ഒരിടം കാട്ടിത്തരണമെന്ന് രാമൻ പറഞ്ഞപ്പോൾ വാൽമീകി മഹർഷി കാണിച്ചു കൊടുത്ത സ്ഥലം ഏതാണ്? ചിത്രകൂട പർവ്വതം. ശ്രീരാമനും സീതയും ലക്ഷ്മണനും അവതാരങ്ങൾ ആണെന്ന് വാൽമീകി മഹർഷി അറിഞ്ഞിരുന്നു. ആരുടെ അവതാരമാണ് അവർ? ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെയും സീത മഹാലക്ഷ്മിയുടെയും ലക്ഷ്മണൻ ആദിശേഷൻ്റെയും അവതാരങ്ങൾ ആയിരുന്നു. ചിത്രകൂടത്തിനടുത്തുള്ള നദി ഏതാണ്? മന്ദാകിനി. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടുപിടിച്ച് പർണശാല ഉണ്ടാക്കുക എന്ന് രാമൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ദുഃഖിതനായത് എന്തുകൊണ്ട്? സർവസ്വവും രാമനിൽ അർപ്പിച്ച ലക്ഷ്മണൻ രാമനെ അനുസരിക്കുക എന്നല്ലാതെ സ്വന്തമായ ഒരു ഇച്ഛയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ദുഃഖിതനായി. ഒരു വില്ല് കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് പോലെ തോന്നിയ ചിത്രകൂടത്തിൻ്റെ അസ്ത്രങ്ങൾ എന്തായിരുന്നു? ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം, നീനാനുകമ്പ, ത്യാഗം. ഗുഹനെ എവിടെ വച്ചാണ് രാമൻ തിരിച്ചയക്കുന്നത്? ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും യമുനാതീരത്തിലെത്തിയപ്പോൾ സ്വധർമാനുഷ്ഠാനത്തിനു വേണ്ടി സ്വരാജ്യത്തിലേക്ക് ഗുഹനെ തിരികെ അയച്ചു. തത്വങ്ങൾ. ആശ്രമങ്ങളിൽ. വനയാത്രയിൽ ശ്രീരാമനും കൂട്ടരും ആദ്യമായി പ്രവേശിച്ചത് ഭരദ്വാജ ആശ്രമത്തിലാണ്. ഈശ്വര ദർശനം ലഭിക്കുന്നതിന് വേണ്ടി വളരെയധികം സാധനകൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ഭരദ്വാജ മഹർഷിയുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കണം. ത്രികാലജ്ഞാനിയായിരുന്ന അദ്ദേഹം പ്രയാഗയ്ക്കു സമീപം ആശ്രമം സ്ഥാപിച്ച് തപസ്സും വ്രതങ്ങളും അനുഷ്ഠിച്ച് ശ്രീരാമ ദർശന സ്പർശന സംഭാഷണ സൗഭാഗ്യങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ദർശന സൗഭാഗ്യത്തോടെ ജനന മരണ ചക്രങ്ങളിൽ നിന്നും വിമുക്തനായ തനിക്കിനി മറ്റൊരു ആഗ്രഹവും ഇല്ലെന്നും രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഔഷധ സേവ തുടരുന്നത് വിഡ്ഢിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരദ്വാജ മഹർഷി രാമൻ്റെ ദിവ്യത്വം, ജ്ഞാനം, ആദിയായ രാമതത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ രാമൻ സ്മരിക്കുന്ന നിർമ്മമത്വം ശ്രദ്ധേയമാണ്. അവർ ആശ്രമത്തിൽ നിന്നും യാത്ര തുടരുമ്പോൾ നദീതീര നിവാസികൾ അവരുടെ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ശ്രീരാമനും മറ്റും അവരുടെ ഔത്സുക്യം ശ്രദ്ധിക്കുന്നില്ല. അവനവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് ശ്രീരാമൻ നൽകുന്നത്. സ്വധർമ്മമായ പ്രജാപരിപാലനം ചെയ്യാതെ രാജ്യത്തിൽ നിന്നും അകന്ന് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഗുഹനെ മടക്കി അയക്കുന്നു. അവർ വീണ്ടും യാത്ര തുടരുമ്പോൾ പ്രൗഢിയും മോടിയും നിറഞ്ഞ ഒരു നഗരത്തിൻ്റെ പ്രാന്തത്തിൽ എത്തി. അവരെ കാണുവാനായി എത്തിയ നഗരവാസികൾ അവരുടെ സൗന്ദര്യവും ഗാംഭീര്യവും കണ്ട് അവർ രാജകുലജാതരാണെന്ന് അനുമാനിക്കുന്നു. ഈ ഘോര വിപിനത്തിലൂടെ സഹായികൾ ആരുമില്ലാതെ സഞ്ചരിക്കുന്നതിൻ്റെ കാരണം അറിയുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് സീതാദേവിയോട് ചോദിച്ചപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും സീതയുടെ
സീതയുമാണെന്ന് അവരോട് പറയുന്നു. അപരിചിതരായ ജനങ്ങളോട് യഥാർത്ഥ കാരണങ്ങൾ വെളിപ്പെടുത്തേണ്ട ഇല്ല എന്നതിനാൽ അവർ തങ്ങൾ വനസൗന്ദര്യം ആസ്വദിക്കാൻ വന്നവരാണെന്നും ഇതുവരെയുള്ള യാത്ര സുഖകരമായിരുന്നുവെന്നും പറഞ്ഞ് അവരോട് വിട പറയുന്നു. സമപ്രായക്കാരായിരുന്നിട്ടുകൂടി ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും നിരന്തരം സേവനം ചെയ്യുന്നത് പ്രശംസനീയമാണ്. സേവാസാധനയാണ് ലക്ഷ്മണൻ തിരഞ്ഞെടുത്ത ആത്മീയചര്യ. ആ സേവാസാധനയിലൂടെ ഈശ്വരാനുഗ്രഹം നേടാനാകുമെന്ന് ഭഗവാൻ ബാബ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഭീകരമായ വനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ആശ്രമം വാത്മീകി മഹർഷിയുടേതാണെന്ന് അവർ മനസ്സിലാക്കി. ശ്രീരാമദർശനം നേടി കൃതകൃത്യനായ മഹർഷി ശ്രീരാമനോട് നന്ദി പ്രകടിപ്പിക്കുന്നു. ത്രികാലജ്ഞാനിയായ മഹർഷിയിലൂടെ സീത രാമ ലക്ഷ്മണന്മാരുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് ബാബ ചെയ്യുന്നത്. ധർമ്മസംരക്ഷകനായ ഭഗവാനാണ് രാമനെന്നും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവത് ഇച്ഛ അനുസരിച്ച് നടപ്പിലാക്കുന്ന മായാശക്തിയാണ് സീതാദേവിയെന്നും 1000 ഫണങ്ങളുള്ള ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ആദിശേഷൻ്റെ അവതാരമായ ലക്ഷ്മണൻ എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനമാണ് എന്നും മഹർഷി പ്രഖ്യാപിക്കുന്നു. പ്രപഞ്ച നാടകത്തിൻ്റെ പ്രേക്ഷകനും ദ്രഷ്ടാവും രാമനാണ്. രാമതത്വം സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല. ജ്ഞാനികൾക്കു മാത്രമേ അത് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രപഞ്ച നാടകത്തിൻ്റെ സംവിധായകനും അഭിനേതാവും ശ്രീരാമൻ തന്നെയാണ്. പ്രപഞ്ചത്തിലാകെ വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാന് സ്ഥലം കാട്ടിത്തരുവാൻ തന്നോട് ആവശ്യപ്പെടുന്നത് തന്നെ മോഹിപ്പിക്കാനാണെന്ന് മഹർഷി പറയുന്നു. ഭഗവാന്റെ വാസസ്ഥലം ഭക്തഹൃദയമാണെന്ന് അറിയാമെങ്കിലും മാനുഷവേഷം ധരിച്ച ഭഗവാന് താമസിക്കുവാൻ അനുയോജ്യമായ സ്ഥലം കാണിച്ചു കൊടുക്കുവാൻ മഹർഷി തയ്യാറാകുന്നു. ഭഗവാന്റെ വാസസ്ഥാനം ഏതു തരത്തിലുള്ള ഹൃദയമാണെന്നും ഇവിടെ വെളിപ്പെടുത്തുന്നു. ആരുടെ കർണങ്ങൾ ഭഗവാന്റെ മഹിമ കേട്ട് ആനന്ദിക്കുന്നുവോ, ആരുടെ രസന തിരുനാമ മാധുര്യം സദാ നുണയുന്നുവോ, നാമം ജപിക്കുന്നുവോ, ആരുടെ കണ്ഠത്തിൽ നിന്നും ഭഗവത് സ്തുതികൾ നിർഗളിക്കുന്നുവോ, ആരുടെ നയനങ്ങൾ ശ്യാമള കോമളമായ കളേബരം കാണുവാൻ ആഗ്രഹിക്കുന്നുവോ, ആരുടെ മനസ്സ് ഭഗവാനെ അന്വേഷിക്കുന്നതിൽ നിരതമായിരിക്കുകയും കണ്ടെത്തുമ്പോൾ ആനന്ദിക്കുകയും ചെയ്യുന്നുവോ, ആര് മറ്റുള്ളവരിൽ ദോഷം കാണാതെ നന്മ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നുവോ, ആര് ധാർമ്മികവും ആർജവുമുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്നുവോ, ആര് സദാചാരവും സൽസ്വഭാവവും കൊണ്ട് ഭഗവാനെ അനുസരിക്കുന്നുവോ, പ്രപഞ്ചം ഭഗവാന്റെ സൃഷ്ടിയാണെന്നും പ്രപഞ്ചം സർവ്വവ്യാപിയായ ഭഗവാൻ തന്നെയാണെന്നും ആര് മനോവാക്കായങ്ങളിലൂടെ വിശ്വസിക്കുന്നുവോ, അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയം സീതാ ലക്ഷ്മണ സമേതനായ അങ്ങ് വാസസ്ഥാനമായി സ്വീകരിച്ചാലും മന്ദാകിനി നദിയുടെ തീരത്തുള്ള ചിത്രകൂട പർവ്വതത്തിൽ സുഖമായി താമസിക്കാമെന്ന് മഹർഷി പറയുന്നു. അവർ താമസിയാതെ അവിടെ എത്തിച്ചേർന്നു. ലക്ഷ്മണൻ്റെ സമ്പൂർണ്ണ സമർപ്പണവും സ്നേഹവും സേവന വ്യഗ്രവും വെളിവാക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ സുന്ദരമായൊരു പർണശാല അവിടെ ഉയർന്നു വന്നു. ശ്രീരാമനും സീതയും കൂടി പർണശാലയുടെ അവസാനത്തെ മിനുക്കുപണികളിൽ സഹായം നൽകി. സ്വാഭാവികമെന്നതുപോലെ വനവാസ ജീവിതം സ്വീകരിച്ച അവർ മൂവരും 2 ദിവസം മുൻപ് വരെ രാജകൊട്ടാരത്തിലെ ആഡംബരത്തിൽ ജീവിച്ച അവർ അതേ ലാഘവത്തോടെയും ഇഷ്ടത്തോടെയും ഫലമൂലാദികൾ ഭക്ഷിക്കുകയും പർണശാലയിൽ താമസിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെ ആജ്ഞ പാലിക്കുന്നതിൽ യാതൊരു വൈമനസ്യവും കാട്ടാതെ സമചിത്തതയോടെ എല്ലാം സ്വീകരിക്കുന്ന അവർ ലോകത്തിന് നൽകുന്നത് എത്ര ശ്രേഷ്ഠമായ മാതൃകയാണ്. പണം കൈവശമില്ലാതെ പണമോ മറ്റു വസ്തുക്കളോ വേണമെന്ന് ആഗ്രഹിക്കാതെ 14 നീണ്ട വർഷങ്ങൾ അവർ മുനിമാരുടെ ആശ്രമങ്ങളിലല്ലാതെ ഒരു ഗ്രാമത്തിലോ നഗരത്തിലോ പ്രവേശിക്കുന്നില്ല.
ഇന്ന് പണമുണ്ടാക്കാനായി ഏതു മാർഗവും സ്വീകരിക്കുന്ന, പരിധിയില്ലാത്ത ആഡംബരങ്ങൾ ജീവിത ലക്ഷ്യമാക്കിയിരിക്കുന്ന മനുഷ്യർക്ക് ശ്രീരാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും ധർമ്മനിഷ്ഠ, നിസ്സംഗത്വം, സംതൃപ്തി, ആനന്ദം, ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, ആചാരപരിപാലനം ആദിയായ സദ്ഗുണങ്ങൾ ശ്രേഷ്ഠമായ ജീവിതചര്യയാണ് ശാശ്വത കീർത്തിയുടെ മാർഗം എന്ന മാതൃക നൽകുന്നു. ശരണാഗതിയുടെ ഉത്തമ മാതൃകയായി ലക്ഷ്മണൻ നൽകുന്ന ഒരു സംഭവം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഭഗവാനിൽ സർവവും സമർപ്പിച്ച ഒരാൾക്ക് സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങളില്ല. തൻ്റെ ഇച്ഛ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം തുടങ്ങി എല്ലാം രാമനിൽ സമർപ്പിച്ച ദാസനാണ് താനെന്നും അതുകൊണ്ട് തന്നോട് കൽപ്പിക്കുക മാത്രമേ ചെയ്യാവൂ എന്നും ലക്ഷ്മണൻ പറയുന്നു. സ്വയം ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് പർണശാല കെട്ടണം എന്ന് ശ്രീരാമൻ ആവശ്യപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ കഠിന വ്യഥ അനുഭവിച്ചത് കണ്ട് ശ്രീരാമൻ പോലും അമ്പരന്നുപോയി. ശ്രീരാമനെ ദർശിക്കുവാൻ വന്ന തപസ്വികൾ അദ്ദേഹം വിശ്വാസവും ശാന്തിയും നൽകി. അരണ്യവാസികൾക്കായി മറ്റുള്ളവർക്കും സഹാനുഭൂതിയോടുകൂടി മാത്രമേ ശ്രീരാമൻ പെരുമാറുന്നുള്ളൂ. ഉപദേശങ്ങൾ നൽകി അവരെ അവരുടെ തൊഴിലുകളിൽ ഉയർച്ച വരുവാനായി സഹായിച്ചു. അവതാരപുരുഷൻ്റെ സാന്നിധ്യം കൊണ്ട് വനപ്രദേശം ശാന്തിയാൽ പ്രശോഭിതമായി. നായാട്ടുഗോത്രക്കാർ പോലും ധാർമ്മിക നിയമങ്ങൾ അനുസരിച്ച് പരിവർത്തന വിധേയരായി. സീതയും ലക്ഷ്മണനും രാമൻ്റെ സാന്നിധ്യവും ആത്മീയ പ്രഭാഷണവും കൊണ്ട് ബന്ധുക്കളെ പോലും വിസ്മരിച്ചു. ഭഗവാന്റെ സാന്നിധ്യത്തിൽ മറ്റെല്ലാ താല്പര്യങ്ങളും ബന്ധങ്ങളും അപ്രസക്തമാണെന്നും ശ്രീരാമൻ ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ മാതാപിതാക്കളെയും മറ്റും ഓർക്കുന്നത്. അപ്പോൾ സീതയ്ക്ക് ദുഃഖം തോന്നിയിരുന്നുവെങ്കിലും എല്ലാ സംഭവങ്ങളും ശ്രീരാമൻ്റെ ലീലയാണെന്ന് മനസ്സിലാക്കി ശാന്തയായിരിക്കുന്നു. ചിത്രകൂടത്തിൽ യാതൊരു തര അല്ലലും കൂടാതെ അവർ ജീവിച്ചു. ജയ് സായിരാം.